മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള 3-4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട്. ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1 കപ്പ് അവൽ എടുക്കുന്നുണ്ട്. ഈ അവൽ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കട്ടിയുള്ള അവലാണ്. ഇങ്ങനത്തെ അവൽ തന്നെ എടുക്കണമെന്നില്ല, കനം കുറഞ്ഞ ഫ്ലാറ്റായിട്ടുള്ള അവൽ വേണമെങ്കിലും എടുക്കാം. അവൽ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി. ഇതിനകത്തേക്ക് നമുക്കൊരല്പം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. ഇത് ഫ്രീസറിൽ വെച്ച തേങ്ങ ആയതുകൊണ്ടാണ് കട്ടിയായിട്ടിരിക്കുന്നത്. ഇതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഈ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയാൽ മതി, ഒരുപാടങ്ങ് ഫ്രൈ ആവുകയും വേണ്ട. ഇപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അവലും തേങ്ങയും കൂടി ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഇതേ പാനിലേക്ക് കുറച്ച് കപ്പലണ്ടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് പച്ച നിലക്കടലയാണ്, ഞാനിതൊന്ന് കഴുകി എടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ 1 കപ്പ് പീനട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേ പാനിലേക്ക് ഞാനൊരു 1/4 കപ്പ് കാഷ്യൂ നട്ട്സും കൂടി എടുത്തിട്ടുണ്ട്. ഇതും നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സും ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് എടുക്കാം. ശർക്കര ഇപ്പോൾ നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് പാകമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഇത്രയും ആയാൽ മതി. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഞാൻ ഈ പീനട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അവലും തേങ്ങയും കൂടെ അതും തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് ഈ അവലും തേങ്ങയും കൂടെ ഫ്രൈ ആക്കി വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. ഒരുപാട് പൊടിയാവണ്ട, 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയാൽ മതി. ഇതുപോലെ ചെറിയ തരിയോട് കൂടെ തന്നെ പൊടിച്ചെടുത്താൽ മതി. ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ പീനട്ടും നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പീനട്ട് പൊടിച്ചെടുക്കുമ്പം അത് നല്ല പൊടിയായിട്ട് തന്നെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ ജാറിലേക്ക് തന്നെ നമുക്ക് കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് നമുക്ക് പൊടിച്ചെടുക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മളത് ഇതിലേക്ക് കഷ്ണങ്ങളായിട്ട് തന്നെയാണ് ഇടുന്നത്. ഇപ്പം നമ്മളിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ പാനിലേക്ക് തന്നെ നമുക്ക് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് സ്റ്റൗവിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി ആ ശർക്കരപ്പാനിയിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്ന അവലും തേങ്ങയും കൂടെയുള്ള കൂട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതിനകത്തൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഇതിനകത്ത് ഉണ്ടാവുക. ഇത് നമുക്ക് തിക്കാക്കി എടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏലക്ക അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അതിൽ നിന്നാണ് ഞാനിവിടെ 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ പീനട്ട് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് തിക്കാക്കി എടുക്കാം. അപ്പം നമ്മൾ ഈ പൊടികളെല്ലാം കൂടി ശർക്കരപ്പാനിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളൊന്ന് ക്രഷ് ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ഇത് ക്രഷ് ചെയ്തെടുത്തത് നമ്മൾ തയ്യാറാക്കി കഴിയുമ്പം ഒന്ന് കടിക്കാനായിട്ട് കിട്ടും, അതുകൊണ്ടാണ് ഇതിങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടി നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം.
ഇതിലേക്ക് നമ്മൾ മധുരമൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അല്പം ഗീ ഒക്കെ ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ട് ഗീ ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ ഗീ ആണ് ചേർക്കുന്നുള്ളൂ. കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഗീ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചൂടൊരൽപ്പം ആറിയതിന് ശേഷം നമുക്കിത് ചെറിയ ഉരുളകളാക്കിയെടുക്കാം. കയ്യിലൊരൽപ്പം ഗീയോ ഓയിലോ പുരട്ടിയതിന് ശേഷം നമുക്കിത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് അവൽ കൊണ്ട് തയ്യാറാക്കിയതാണെന്ന് ആരും പറയില്ല കഴിക്കുമ്പോൾ. അത്രയും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. 4 മണി പലഹാരമായിട്ട് നമുക്കിത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ബദാമൊക്കെ ചേർക്കണമെങ്കിൽ അത് നമ്മൾ കാഷ്യൂ നട്ട്സൊക്കെ ഫ്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ അതും കൂടി ഫ്രൈ ചെയ്ത് പൊടിച്ച് ചേർത്താൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഗീ ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.